ഈസി കണ്ടു, പക്കാ തിയേറ്ററിൽ മൂവിയാണ്. നിങ്ങളത് ഒ ടി ടിക്ക് ഒന്നും പോയി വെയിറ്റ് ചെയ്യരുത്. കാരണം ഇത് ഒ ടി ടിയിലേക്ക് കണ്ടാൽ ചിലപ്പോൾ ബോറായി പോയി പടം. നമ്മളിത് ലോകേഷിൻ്റെ ഫസ്റ്റ് പടം തന്നെ നമുക്ക് വലിയ താല്പര്യം ഉണ്ടാവില്ല കാണാൻ, എനിക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളി ഫസ്റ്റ് ഫ്രെയിമിൽ തന്നെ പുള്ളിക്ക് ആക്ടിങ് അറിയാമെന്നുള്ളത് നമ്മളെ കൺവേ ചെയ്യും. പുള്ളി ഇതിലൊരു നാച്ചുറൽ ആക്ടിങ് എന്നാണ് പുള്ളി പിടിച്ചേക്കണം. നോർമൽ തമിഴ് സിനിമയിലെ പോലെ സ്റ്റൈല് ആക്ഷൻ പരിപാടികളൊന്നും പുള്ളി ചെയ്തിട്ടില്ല. നാച്ചുറലായിട്ട് പുള്ളി ഒരു സ്വാഗും നാച്ചുറലായിട്ട് പുള്ളി ഒരു ഓറ ഈ പടത്തിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് പുള്ളി ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പക്ക വൃത്തിക്ക് പുള്ളി പടം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയേണ്ടത് ഗോദയിൽ വന്ന ആക്ട്രസ്. ഈ ഫസ്റ്റ് ഹാഫിൽ പടം ഒരു റേഞ്ചിൽ പടം നിൽക്കുന്നുണ്ടാവും. പിന്നെ സെക്കൻഡ് ഹാഫിലാണ് ഈ ആക്ട്രസ് വരുന്നത്. ഇവർ വന്നതിന് ശേഷം പടം അവിടെ നിന്ന് പിന്നെ ഒരു അപ്ലിഫ്റ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും കുറേ കോമ്പോസ് ഉണ്ട്. ലോകേഷിൻ്റെയും അവർ ഒരു പേര് ഞാൻ മറന്നുപോയി, അവരും കുറേ കോമ്പോസ് ഉണ്ട്. ഒരു തിയേറ്ററിൽ ആ രാഗ മ്യൂസിക് ബി ജി എം ഇടുന്ന ഒരു സീനുണ്ട് മോനെ. ഞാൻ പോയ തിയേറ്ററിൽ ഒട്ടും റെസ്പോൺസ് ഇല്ലാത്ത തിയേറ്ററിലടക്കം ആ ഒരു സീനിൽ ആൾക്കാർ ഒച്ചയും ബഹളമായി. കാരണം അത്ര അടിപൊളി പീക്ക് സിനിമാറ്റോഗ്രഫി, പീക്ക് മ്യൂസിക്, പീക്ക് ആക്ടിങ്, ഫ്രെയിംസ് എന്നൊക്കെ പറയണ പോലെ ഒരു പീക്ക് സീൻ. അത് ലിറ്റൽ ഗൂസ് ബം സീനായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ തന്നെ മ്യൂസിക്കാണ് മെയിൻ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ മ്യൂസിക് ടോപ്പ് നോച്ചിലാണ് നിൽക്കുന്നത്. പിന്നെ ഇവരൊക്കെ ആക്ടിങ്. ഇത് നിങ്ങൾ ഒ ടി ടിയിൽ കാണരുത്. ഒ ടി ടിയിൽ കണ്ട പടം വർക്കൗട്ട് ആവില്ല. പക്ഷെ തിയേറ്ററിൽ കണ്ട അതും നല്ല ക്രൗഡായിട്ട് കണ്ടാണ്ടല്ലോ പക്കയാണ് പടം. നിങ്ങൾ ധൈര്യമായിട്ട് സിനിമയ്ക്ക് പോകാം.